ഒരു പക്ഷെ അവര് ബോധം കെട്ടത് മാത്രമാകാം. കനാലിലെ അടിത്തട്ടിലെ മണൽത്തട്ടിയിൽ വീണ് അവർക്ക് ബോധം വരികയും അവര് രക്ഷപ്പെട്ടതുമാണെങ്കിലോ? അല്ല, അങ്ങനെയൊക്കെ സംഭവിക്കൂ? സംഭവിക്കും. പ്രത്യേകിച്ച് ഈശ്വര്യമ്മയുടെ കാര്യത്തിൽ. പൂച്ചയുടെ ജന്മം പോലെയാ ചിലര്. 9 ജീവനം കൊണ്ടാവും ജീവിക്കുന്നത്. എങ്ങനെ എടുത്തെറിഞ്ഞാലും 4 കാലിൽ വന്ന് നിൽക്കും എന്നർത്ഥം. വേലയിന് പോകാം. മേഘനാഥ, ഇപ്പൊ ഈ അറിഞ്ഞ വിവരം ആപത്താ. അതൊഴിവാക്കാൻ നീ നേരിട്ട് ചെല്ലുകയാ വേണ്ടത്. അതും ഇന്ന് തന്നെ. അറിയാമേ, അതിനു മുമ്പ് മറ്റൊരാളെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അവൻ അന്വേഷണം തുടങ്ങട്ടെ, ഞാൻ പിന്തുടർന്ന് ചെല്ലാം. ഹലോ ബാസി, ഇനിയിപ്പോ ആ ഇരിക്കുന്നതായിരിക്കോ? 19 വയസ്സ്, ഉച്ചിയിൽ കെട്ട്, നെറ്റിയിൽ കുറി, രുദ്രാക്ഷമാല. പക്ഷേ വസ്ത്രം കാവിയല്ല, വെള്ളയാ. ഇനിയിപ്പോ മേഘനാഥ് സാർ പറഞ്ഞ പോലെ ഒളിച്ചും പതുങ്ങി നടക്കുന്നുണ്ടായിരിക്കോ? ഒന്ന് വിളിച്ചു കളയാം. എത്രയായി? 85. ചില്ലറ ഇല്ലേ? ആ ചേട്ടാ, ഒരു മിനിറ്റേ. സുധാകരേട്ടാ, ചില്ലറയുണ്ടെങ്കിൽ 85 രൂപ കൊടുത്തേക്ക്. ശരി കുഞ്ഞെ. ചേട്ടാ, ഈ ഫോണും കൂടെ വച്ചേക്കും കൂടി. ഇതാ. കൃഷ്ണ ഗുരുവായൂരപ്പ വാസുദേവ കാത്തിരക്ഷിക്കണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൂടെ നിന്ന് സഹായിക്കണേ.
തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ച് അവളെ നീ എനിക്ക് മുന്നിൽ എത്തിക്കണം. പ്രണയിക്കുന്ന ഹൃദയങ്ങൾക്ക് എന്നും അത്താണിയായിട്ടുള്ള നിന്നോട് മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. കൃഷ്ണ, ഭഗവാനെ, ഭയത്തിന്റെയും അലച്ചിലിന്റെയും നാളുകൾ കഴിഞ്ഞതേയുള്ളൂ. ഇതിനിടയിൽ എനിക്ക് അന്വേഷിക്കാൻ കഴിയാതെ പോയ എന്റെ കൃഷ്ണനെ തിരിച്ചു തരാൻ നീ വേണം സഹായിക്കാൻ. ഇപ്പോഴുള്ള എന്റെ പ്രാർത്ഥന എന്റെ സ്വന്തം കൃഷ്ണന് വേണ്ടിയാ. എത്രയും വേഗം കൃഷ്ണൻ എന്റെ മുന്നിൽ വന്നു ചേരാൻ നീ അനുഗ്രഹിക്കണം. എന്റെ കൃഷ്ണനെ എന്റെ അരികിലേക്ക് എത്തിക്കണം. ഭഗവാനെ, ഭക്തവത്സല, സഹായിക്കണേ. ആ ഹലോ സാർ. ഹലോ ബാസി, എന്തായി? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ആളെ നീ കണ്ടെത്തിയോ? കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടെത്തി. പക്ഷേ പറഞ്ഞ ലക്ഷണങ്ങൾ ചില മാറ്റങ്ങളുണ്ട്. അതാ ഒരു കൺഫ്യൂഷൻ. എന്ത് മാറ്റം? പ്രധാന മാറ്റം ഉടുത്തിരിക്കുന്നത് കാവ്യല്ല, വെള്ള വസ്ത്രമാണെന്നുള്ളതാ. അവരടുത്ത് പൂജയുടെ തട്ടവും പിന്നെ ദേവിയുടെ ശിരസ്സൊന്നും കാണാനുമില്ല. ബാക്കി ലക്ഷണങ്ങളൊക്കെ പക്കയാ. അത് നീ ശ്രദ്ധിക്കണ്ട. ഒളിച്ചും കറങ്ങിയും നടക്കുമ്പോ ഇങ്ങനെ ചിലതൊക്കെ ചെയ്യുന്നത് ഉറപ്പാ. ഏതായാലും ആളുടെ അടുത്ത് പോയി ഒന്ന് നോക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചൊരു ഡയലോഗ് അടിച്ച് നോക്ക്. അപ്പൊ അവരുടെ പ്രതികരണം കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് എന്നെ വിളിക്കാം. അപ്പൊ ഞാൻ അങ്ങോട്ട് എത്താൻ നോക്കാം. ശരി സാറേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശരി അപ്പോൾ. അതിനിടയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് മുങ്ങി. ഞങ്ങളും അതിനെ ചോദിക്കാൻ വരുമായിരുന്നു. ഏടുന്നത് എങ്ങോട്ടാ മുങ്ങിയത്? ഞാനങ്ങോട്ട് മുങ്ങിയില്ല. ശരിയായ പ്രദക്ഷിണ വഴിയിലൂടെ തന്നെയാ വന്നത്. രണ്ടിന്റെ സൂക്കട് എനിക്ക് മനസ്സിലാവും. അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോ ദുർവിചാരങ്ങളെല്ലാം വെടിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. എനിക്കൊരു ദുർവിചാരമില്ല. രാവിലെ ഓട്ടോ ഇറക്കുമ്പോ ഒരുപാട് പേരെ സവാരിക്ക് കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇവന്റെ കാര്യത്തിൽ ചേട്ടൻ സൂക്ഷിച്ചു. ഇവൻ എന്തോ കളർ കുറവാണെന്നോ, ചേട്ടൻ വേറെ സെറ്റ് നമ്മൾ വേറെ സെറ്റ് എന്നെന്തൊക്കെയോ പറയുന്നത് കേട്ടു. എന്റെ ദൈവമേ, കള്ളം! അമ്പലപ്പുഴ ശ്രീ പത്മനാഭ ഗുരുവായൂരപ്പ, ഈ കൊച്ചടന്റെ കള്ളം പറച്ചിൽ! എന്തോന്ന്? അമ്പലപ്പുഴ ശ്രീപത്മനാഭ ഗുരുവായൂരപ്പനോ? എടാ, അത് എവിടുത്തെ ദൈവം? ദാ ഇവിടത്തെ. ഞാൻ സത്യം പറയുമ്പോ ഇങ്ങനെ വിളിച്ചാ സത്യം ചെയ്യുന്നേ. അതിന്റെ ശക്തി വല്യേടനും കൊച്ചേടനും അറിയാത്തോണ്ടാ. ദൈവമേ, എന്തോന്നാടാ ഇത്? തേച്ചൊട്ടിക്കാൻ നോക്കിയതാ. ചേട്ടൻ ഇതിലൊന്നും തളരരുത്. എല്ലാം അമ്പലപ്പുഴ ശ്രീപത്മനാഭ ഗുരുവായൂരപ്പ നോക്കിക്കോളും. ദൈവമേ, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോവാൻ അനുഗ്രഹിക്കണേ. ചേച്ചിയുടെ കാറ്ററിംഗ് ബിസിനസ് കൂടുതൽ മെച്ചപ്പെടണേ. അതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ കാക്കണേ. ഞങ്ങളുടെ പഠനം ഭംഗിയായും നല്ല രീതിയിലും പൂർത്തിയാക്കാൻ കഴിയണമേ. കൊള്ളാവുന്ന ജോലികൾ ലഭിക്കണമേ. അച്ചൂട്ടനും ഞങ്ങൾക്കും ആപത്തൊന്നും വരുത്തരുതേ. എടി ആര്യ, നീ അങ്ങോട്ട് നടന്നോ, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം.
ആരേ? അതെ, അച്ചൂട്ടന്റെ പേരിൽ നേർച്ച ചെയ്ത പായസമുണ്ട്. അത് വിതരണം ചെയ്യണം. അല്ല, അഞ്ജലി ആരതി എവിടെ? അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിളിക്കാം. അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുക. ആരെ വന്നാലും മതി. അതെ, നീ മതി. വാ, പ്രസാദം കൊടുക്കാം. വാ. പായസം. മോനെ, പോയി വരിയിൽ നിന്ന് മര്യാദയ്ക്ക് വാടാ. ഓ, ക്യൂ ഉണ്ടായിരുന്നല്ലേ? ക്യൂ നിൽക്കണോ? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. പായസമില്ലാത്ത ലോകത്തു നിന്നാണോ താൻ വരുന്നേ? സോറി, പലതരം പായസമുള്ള ലോകത്ത് നിന്ന് തന്നെയാ. അതൊക്കെ മൂക്കുമുട്ടെ കഴിച്ച അനുഭവമുണ്ട്. എന്നാലും ഇതിന് ചെറിയ രുചി കൂടുതൽ. പഞ്ചസാര കൂടുതലാണെന്നാ തോന്നുന്നത്. പഞ്ചാരയല്ല, ശർക്കര. ഏതായാലും കണ്ടപ്പോഴേ മനസ്സിലായി പഞ്ചാര അല്പം കൂടുതലാണെന്ന്. സൂക്ഷിച്ചില്ലെങ്കിലേ പോക്കാം. ഹലോ ഹലോ ഹലോ. എന്തെങ്കിലും ആവട്ടെ. ആഹാ, ഇത് കെട്ടിയില്ലേ അവരാരും? ഇനിയിപ്പോ എന്താ ചെയ്യാ? മോനെ,
നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ മോനെ. മോനെ, തുളസിമാല കെട്ടാൻ അറിയാമോ നിനക്ക്? ആ കുറച്ചൊക്കെ എനിക്കറിയാം. ആ, കുറച്ചറിഞ്ഞാ മതി. ആ കുറച്ചറിവ് വെച്ചേ ഈ തുളസിഹാരം ഒന്ന് കെട്ടിവെക്കണം. ഭഗവാന് ചാർത്താനുള്ളതാ. എന്നാ പണി തുടങ്ങിക്കോ, വേഗം വേണം. അല്ല അതെ, ഹലോ കുട്ടി, ഒന്നിങ്ങോട്ട് വരൂ. ഇതൊന്ന് പിടിച്ചേ. ഇതെന്താ ഇത്? ഞാൻ എന്തിനാ ഇത് പിടിക്കുന്നത്? ഇത് തുളസി കൊണ്ട് മാല കെട്ടണം. അടുത്ത പൂജയ്ക്ക് ഭഗവാന് ചാർത്താനുള്ളതാ. അത് ഇയാള് തന്നെത്താൻ അങ്ങ് ചെയ്താ മതി. അല്ല, ഇത് ഒരാളെന്റെ കൈ തന്നേ ഉള്ളൂ. കുട്ടിക്കും കെട്ടാം. ആ, കെട്ടാറാകുമ്പോ ഞാൻ കെട്ടിക്കോളാം. അതിന് ഇയാളുടെ സഹായം വേണ്ട. അയ്യേ, ഞാൻ പറഞ്ഞത് തുളസി കെട്ടുന്ന കാര്യമാ. ആ, ഞാനും അത് തന്നെ പറഞ്ഞ. ഇപ്പൊ ഇയാള് തന്നെ അങ്ങ് കെട്ടിയാ മതി. എനിക്ക് പറ്റില്ല. അല്ല, കെട്ടാൻ ഒരാള് കൂടെ ഉണ്ടെങ്കിൽ തുളസി കെട്ടാൻ രണ്ടുപേര് ചേർന്നാവുമ്പോ എളുപ്പം കഴിയും. ഭഗവാന് കൂടുതൽ സന്തോഷമാവുകയും ചെയ്യും. അങ്ങനെ ഇപ്പൊ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഇയാള് മെനക്കെടണ്ട. സമാധാനത്തിലിരുന്ന് നല്ലോണം കെട്ടിക്കൊടുക്ക. അയ്യോ, പോലെ 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 കുട്ടി ഒരു കൈസഹായം ചെയ്താ ഇത് എളുപ്പം കഴിയുമായിരുന്നു. ഈ ഒരു കൈസഹായം എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടുന്നതിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. ആ പെങ്കൊച്ചിന്റെ അത് അറിഞ്ഞുകൂടാത്തോണ്ടാ. അമ്പലപ്പുഴ ശ്രീ പത്മനാഭ ഗുരുവായൂരപ്പാ. മനുഷ്യരുടെ ഒരു കാര്യമേ, ഒരു ദേശത്തിലെ കുളത്തിലെറിഞ്ഞ മറ്റൊരു ദേശത്തിലെ അമ്പലത്തിൽ പൊങ്ങുന്ന കാലമാ കലികാലം. അല്ലയോ അമ്മച്ചി? ചെറിയ ആട്ടം കാണുന്നുണ്ട്. മുതൽ ഇത് തന്നെ. ഓരോരുത്തരും നിന്ന നിപ്പില് ഹാർട്ടടിച്ചു പോയി പടവാകുന്ന ഈ കാലത്ത് കയ്യും കാലും കെട്ടി കുളത്തിലെറിഞ്ഞാലും പൊങ്ങി വന്ന് മല പോലെ ഇരിക്കും. ആളൊരു ചില്ലറക്കാരിയൊന്നും ആയിരിക്കൂല. ഉയർത്തെഴുന്നേറ്റ് അമ്പലത്തിൽ ഭജനക്കിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയേണ്ടവരറിഞ്ഞിട്ടുണ്ടേ. ഏത് പൊത്തിൽ ഒളിച്ചാലും അയാൾ ഇങ്ങ് വരികയും ചെയ്യും, വന്ന് തിരിച്ചറിയുകയും ചെയ്യും. പിന്നെ അയാൾ തീരുമാനിക്കും ഇവിടെ ചിലർക്ക് മോക്ഷം നൽകി എങ്ങോട്ടയക്കണമെന്ന്. ഈശ്വരാ, ഈശ്വരി അമ്മേ, കാത്തു രക്ഷിക്കണേ. അമ്മേ മഹാമായേ, ദുർവാക്കുകളാണല്ലോ അയാൾ പറഞ്ഞിട്ട് പോയത്. അതിന്റെ അർത്ഥം ആ മേഘനാഥൻ എന്നെ അന്വേഷിച്ച് വരുമെന്നായിരിക്കുമോ? വേണ്ട, ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത് ബുദ്ധിയല്ല. ഉടനെ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്.